ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രതിപട്ടികയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടനെ നടപടി ഉണ്ടാകും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് SITയുടെ നീക്കം. ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ശരിയായ ദിശയിലാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ക്രിമിനൽ ഗൂഢാലോചന സംശയിക്കുന്നതിനാൽ സമഗ്ര അന്വേഷണം വേണമെന്നുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഉത്തരവിന് പിന്നാലെയാണ് കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം കടക്കുന്നത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഇടപെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി ശില്പപാളികൾ കൈമാറിയതെന്ന് കണ്ടെത്തിയിരുന്നു. മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഇന്നോ നാളെയോ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. കൂടാതെ കേസിലെ പ്രതികളായ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടനെ നടപടി സ്വീകരിക്കാനും നീക്കമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിരുന്ന 9 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ ചില രഹസ്യ കേന്ദ്രങ്ങളിൽ SIT പരിശോധന നടത്തിയിരുന്നു. എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും പോറ്റി പറഞ്ഞതുകൊണ്ടാണ് ശില്പപാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോയതെന്നുമാണ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയും സുഹൃത്തുമായ സുബ്രഹ്മണ്യം SIT സംഘത്തിന് നൽകിയ മൊഴി. പോറ്റിയുടെ മറ്റ് സഹായികളായ രമേശ് റാവു, കൽപേഷ്, നാഗേഷ് എന്നിവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇവരെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പരമാവധി വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.